Meet the editors. വിവാദത്തിരയോ എന്നതാണ് ചോദ്യം. വിവാദത്തിരയോ എന്നതാണ് ചോദ്യം. സുനിൽ, വിവാദങ്ങൾ തീരുന്നില്ല അല്ലേ? അതെ, വിവാദങ്ങൾ കത്തിപ്പടരുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് MSC കമ്പനിയോ അല്ലെങ്കിൽ അദാനി കമ്പനിയോ ഒന്നും അല്ല പ്രശ്നം. ഇവിടെ അദാനി ചട്ടവിരുദ്ധമായി അല്ലെങ്കിൽ കരാറിന് വിരുദ്ധമായി ചില നീക്കങ്ങൾ നടത്തി. ആ നീക്കങ്ങൾ ചോദ്യം ചെയ്യാനുള്ളൊരു പൊളിറ്റിക്കൽ വിൽ ഈ ഗവൺമെൻറ്റിനുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യം നമുക്കറിയാം. ഏതാണ്ട് 8,867 കോടി രൂപയാണ് ഇതുവരെ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത്. അതിൽ 61.5% പണവും ചിലവാക്കിയത് കേരള സർക്കാരാണ്. 5,370 കോടി രൂപ. കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന നിലയിൽ 818 കോടി രൂപ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. അത് പിന്നീട് തിരിച്ചു നൽകേണ്ട പണമാണ്. അങ്ങനെ 9.6% പണം കേന്ദ്ര സർക്കാരും വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി നിക്ഷേപിച്ചിട്ടുണ്ട്. 2,497 കോടി രൂപയാണ് അദാനി വിഴിഞ്ഞം തുറമുഖത്തിനായി നിക്ഷേപിച്ചിരിക്കുന്നത്. ഏതാണ്ട് 28.9%. ഈ 28.9% അദാനിക്ക് വേണ്ടി നിക്ഷേപിച്ചിരിക്കുന്നതാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഇതൊരു ഷെയറല്ല, ഇതൊരു പങ്കാളിത്തമാണ്, ഇതൊരു പങ്കാളിത്ത നിക്ഷേപമാണ്. അപ്പോൾ ആ പങ്കാളിത്ത നിക്ഷേപത്തിൽ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 100% ഓഹരികളിൽ 49% ഓഹരി ഇപ്പോൾ MSC എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക്, ഷിപ്പിംഗ് കമ്പനിക്ക് അദാനി കൈമാറിയിരിക്കുകയാണ്. അത് കൈമാറിക്കൊണ്ട് 29-ാം തീയതി അതിൻ്റെ കരാർ ഒപ്പുവെച്ചു. ജൂൺ 29-ന്. ജൂൺ 30-ാം തീയതി അത് സെബിയെ അറിയിച്ചു. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും അക്കാര്യം അറിയിച്ചുകൊണ്ട് അദാനി നൽകിയ കത്തിൻ്റെ പകർപ്പാണിത്. ഈ കത്തിൻ്റെ പകർപ്പിൽ ഈ കത്തിൽ അദാനി വിശദീകരിക്കുന്നുണ്ട്, ഇത് ദ ട്രാൻസാക്ഷൻ ഈസ് സബ്ജക്റ്റ് ടു കസ്റ്റമറി അപ്രൂവൽ ഇൻക്ലൂഡിംഗ് റെഗുലേറ്ററി വൺ. അതായത് ഔദ്യോഗികമായിട്ടുള്ള അനുമതികൾക്ക് ശേഷം മാത്രമായിരിക്കും, ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നുള്ള അനുമതിയോടെ മാത്രമായിരിക്കും ഈ കരാർ അന്തിമ രൂപമാവുക എന്ന് അദാനി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഒറിജിനൽ വിഴിഞ്ഞം കരാർ, വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കുന്നതിന് വേണ്ടി അദാനിയും കേരള സർക്കാരും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒറിജിനൽ കരാറിൽ കൃത്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വ്യവസ്ഥകളിലൊക്കെ തന്നെ ഒരുപാട് പാളിച്ചകളുണ്ട്. കാരണം ഈ കരാറിൽ 30% പണം നിക്ഷേപിക്കുന്ന അദാനിക്ക് 30 വർഷം അതിൻ്റെ മുഴുവൻ ലാഭവും എടുക്കാമെന്നാണ് ആ കരാറിൽ എഴുതി വച്ചിരിക്കുന്നത്. 30 വർഷവും ഈ 61%, ഏതാണ്ട് 70%-ഓളം തുക നിക്ഷേപിക്കുന്ന കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും 10 പൈസ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കിട്ടാൻ പോകുന്നില്ല. മുഴുവൻ പണവും അദാനിക്കാണ് 30 വർഷത്തേക്ക്. 30 വർഷം കഴിയുമ്പോഴാണ് 1% തുക 31-ാമത്തെ വർഷം കിട്ടുന്നത്. പിന്നീട് അങ്ങോട്ട് ഓരോ വർഷവും ഓരോ ശതമാനം വെച്ച് കൂടും. പക്ഷേ അദാനിയുടെ പക്കലുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്ന 28.9% എന്ന് പറയുന്ന അദാനിയുടെ പങ്കാളിത്തം എന്ന് പറയുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഈ ഷെയറുകളിൽ 49% ഷെയറാണ് അദാനി MSC ഗ്രൂപ്പിന് വിറ്റിരിക്കുന്നത്. പക്ഷേ അത് എങ്ങനെ അദാനി വിൽക്കും എന്നുള്ളതാണ്. അതായത് വിഴിഞ്ഞം പോർട്ട്, വിഴിഞ്ഞം തുറമുഖം ഒറിജിനൽ കരാർ പ്രകാരം കേരള സർക്കാരും അദാനിയും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള കരാർ പ്രകാരം ഒരുപാട് ക്ലോസുകളുണ്ട്. ആ ക്ലോസിൻ്റെ 5.3 എല്ലാവരും ചൂണ്ടിക്കാണിച്ചതാണ്. വളരെ കൃത്യമായി പറയുന്നുണ്ട്, കൺസെഷണർ ഷാൽ നോട്ട് അണ്ടർടേക്ക് ഓർ പെർമിറ്റ് എനി ചേഞ്ച് ഇൻ ഓണർഷിപ്പ് എക്സെപ്റ്റ് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് അതോറിറ്റി. അതായത് അതോറിറ്റിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു കാരണവശാലും ഓണർഷിപ്പ് ചേഞ്ച് പാടില്ല. അപ്പോൾ അദാനിക്ക് വാദിക്കാം, ഇവിടെ ഓണർഷിപ്പ് ചേഞ്ച് ഇല്ലല്ലോ, 51% ഷെയർ ഞങ്ങളുടെ കയ്യിലാണല്ലോ എന്ന് വേണമെങ്കിൽ അദാനിക്ക് വാദിക്കാം. 49% ഷെയർ അല്ലേ കൈമാറുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ അദാനിക്ക് വാദിക്കാം. അപ്പോൾ അതിൻ്റെ നേരെ താഴെ വേണം 532 ക്ലോസ് 532 വന്നാൽ 32-ൽ ബി ക്ലോസിലെ 532B വന്നാൽ അതിന് മുൻപിൽ എയിൽ പറയുന്നുണ്ട്, ഇൻ അഗ്രിഗേറ്റ് ഓഫ് 25% ഓർ മോർ ഓഫ് ദ ടോട്ടൽ ഇക്വിറ്റി ഓഫ് ദ കൺസെഷണർ ഓർ. അത് കഴിഞ്ഞ് ബിയിൽ പറയുന്നത് അക്വിസിഷൻ ഓഫ് എനി കൺട്രോൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കൺസെഷണർ ബൈ എനി പേഴ്സൺ either by himself or together with any person or person acting in concert with him. അതായത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, നേരിട്ടോ പരോക്ഷമായോ, നേരിട്ടാവണമെന്നില്ല, പരോക്ഷമായിട്ട്, അതായത് ഈ അദാനി വിൽക്കുന്ന ഷെയറുകളിൽ
25% കൂടുതൽ ഷെയർ ഓഹരി അത് മറ്റൊരു കമ്പനിക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ അതിന് മുൻകൂർ അനുമതി കേരള സർക്കാരിൽ നിന്ന് വാങ്ങണം എന്നീ കരാറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ 25% കൂടുതൽ ഓഹരി വിൽക്കുമ്പോൾ ആ വിൽക്കുന്ന ഓഹരിയിലൂടെ ഏതെങ്കിലും ഒരു കമ്പനി നേരിട്ടോ പരോക്ഷമായോ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലേക്ക് വരാൻ പാടില്ല. അങ്ങനെ വരണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണം എന്ന് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒറിജിനൽ കരാറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അദാനിക്കുള്ളത് 28.7% ഓഹരിയാണ് എന്നൊന്നും വാദിച്ചിട്ട് കാര്യമില്ല. അദാനിക്കുള്ള മുഴുവൻ ഷെയറിൽ അത് എത്രയാണോ ആ മുഴുവൻ ഷെയറിൽ 25% ഷെയറിൽ കൂടുതൽ വിൽക്കണമെങ്കിൽ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം, മുൻകൂർ അനുമതി വേണം. അതുകൊണ്ടാണ് ജൂലൈ 1-ാം തീയതി അദാനി ഗ്രൂപ്പ് മുഖ്യമന്ത്രി VD സതീശന് അനുമതി തേടി കത്ത് നൽകിയിരിക്കുന്നത്. അനുമതി തേടിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഷെയർ ട്രാൻസാക്ഷന് അനുമതി വേണം എന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എങ്ങനെയാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുക എന്നത് സംബന്ധിച്ചുള്ള ചോദ്യമാണല്ലോ. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ് പൊളിറ്റിക്കൽ വിൽ വേണം, ഇവിടെ പൊളിറ്റിക്കൽ വിൽ വേണം ഇത് ചോദ്യം ചെയ്യാൻ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയാണ് അദാനി ഇവിടെ വേണം, അദാനി മാത്രമേ ഉള്ളൂ, അദാനിയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാകൂ, അതുകൊണ്ട് അദാനിയെ പിണക്കരുത്, അദാനി ഒപ്പം നിർത്തണം എന്നതാണ് നിലപാടെങ്കിൽ അദാനി ചെയ്യുന്ന ചട്ടലംഘനങ്ങളും നിയമലംഘനങ്ങളും ഒക്കെ തന്നെ സർക്കാരിന് വേണമെങ്കിൽ കണ്ണടച്ച് സർക്കാരിന് വേണമെങ്കിൽ അദാനിയെ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ MSC കരാറിന് ഇപ്പോൾ അനുമതി നൽകിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അദാനിയെ പിടിക്കണം, അദാനി ചെയ്ത് തെറ്റാണ് എന്ന് സർക്കാരിന് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ കരാർ പ്രകാരം തന്നെ, ഒറിജിനൽ കരാർ പ്രകാരം തന്നെ അതിന് കൃത്യമായ വ്യവസ്ഥകൾ സംസ്ഥാന സർക്കാരിൻ്റെ പക്കലുണ്ട്. ഈ കരാറിൻ്റെ ടെർമിനേഷൻ സംബന്ധിച്ച് ഈ ഒറിജിനൽ കരാറിൽ 37-38 ക്ലോസുകളിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്ലോസ് 38(1) അതിൽ പറയുന്നത് എ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് ഈസ് ഒക്കേർഡ് ഇൻ ബ്രീച്ച് ഓഫ് പ്രൊവിഷൻ ഓഫ് ക്ലോസസ്. ക്ലോസ് 5.3 എ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് ഹാസ് ഒക്കേർഡ് ഇൻ ബ്രീച്ച് ഓഫ് പ്രൊവിഷൻസ് ഓഫ് ക്ലോസ് 5.3. അതായത് ഈ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് ഹാസ് ഒക്കേർഡ് ഇൻ ബ്രീച്ച് ഓഫ് പ്രൊവിഷൻ, അത് ക്ലോസ് 5.3 ചേർത്ത് വായിക്കണം. അപ്പോൾ ക്ലോസ് 5.3 ഞാൻ നേരത്തെ വായിച്ചു, അതായത് പ്രയർ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഷെയർ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ മുൻകൂർ അനുമതി വാങ്ങാതെ നേരിട്ടോ പരോക്ഷമായോ ഏതെങ്കിലും തരത്തിൽ ഉടമസ്ഥാവകാശത്തിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ഓഹരി കൈമാറ്റം നേരിട്ടോ പരോക്ഷമായോ അദാനി ഗ്രൂപ്പ് നടത്താൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സർക്കാരിൻ്റെ വരുമാനം സംബന്ധിച്ച് ഒരുപാട് പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും നിയമപരമായ വ്യവസ്ഥ വളരെ ക്ലിയർ ആണെന്ന്, ആ ഒരു ചട്ടം, ആ ഒരു കരാർ ലംഘനം ഇവിടെ അദാനി നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ആ കരാർ ലംഘനം ഗൗരവമായി സംസ്ഥാന സർക്കാർ പരിഗണിക്കേണ്ടതാണ്. അത് എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇവിടെ അദാനിയുടെ അപേക്ഷ സംസ്ഥാന സർക്കാരിന് മുൻപാകെ വന്നിരിക്കുകയാണ്. എന്താണ് അപേക്ഷ? ഈ ഓഹരി ട്രാൻസാക്ഷന് അനുമതി വേണം എന്നതാണ് അപേക്ഷ വന്നിരിക്കുന്നത്. എങ്ങനെയാണ്? 13,000 കോടി രൂപയാണ് 13,000 കോടി രൂപയാണ് അദാനിയുടെ 49% ഓഹരികൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെ ആഗോള ഷിപ്പിംഗ് കമ്പനിയായ MSC ഇപ്പോൾ നിക്ഷേപിക്കാൻ പോകുന്നത്. ആ 13,000 കോടി രൂപ അദാനിക്ക് നൽകാൻ പോവുകയാണ്. രണ്ടാം ഘട്ട വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തിന് ഒരുപക്ഷെ 16,000 കോടി രൂപ അദാനി നിക്ഷേപിക്കുമെന്ന് നേരത്തെ കരാറിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ പണം നിക്ഷേപിക്കാൻ പോകുന്നത്. പക്ഷേ ഈ തുറമുഖത്തിൻ്റെ കുത്തകാവകാശം ഒരുപക്ഷെ MSC കമ്പനിയിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെയാണ് പ്രതിപക്ഷം വലിയ ആക്ഷേപമായി പറയുന്നത്. ഒരുപക്ഷെ ഈ MSC കമ്പനി നല്ല കമ്പനിയായിരിക്കും, ചിലപ്പോൾ ഈ നടത്തുന്ന കാര്യത്തിൽ അദാനിയേക്കാളും നല്ല കമ്പനി ആയിരിക്കും ചിലപ്പോൾ MSC കമ്പനി. കാരണം ഈ രാജ്യത്തോട് എന്തെങ്കിലും വലിയ താല്പര്യമുണ്ടെങ്കിൽ ഇത്രയും ഒരു പോർട്ട് ഇതുപോലെ അദാനി മറ്റൊരു വിദേശ കമ്പനിക്ക് വിൽക്കില്ലല്ലോ. അപ്പോൾ ഏതായാലും ഈ ഒരു കരാറിൻ്റെ ഭാഗമായി അദാനിക്ക് വലിയ നേട്ടമുണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ അദാനി വലിയ ധൈര്യം കാട്ടിയിരിക്കുന്നു. കാരണം സംസ്ഥാന സർക്കാരിനോട് ചോദിക്കാതെ ഏകപക്ഷീയമായി ഇങ്ങനെയൊരു തീരുമാനം എടുക്കാൻ അദാനി വലിയ ധൈര്യം കാട്ടിയിരിക്കുന്നു. ആ ധൈര്യം
അദാനിക്ക് എവിടെ നിന്ന് കിട്ടി എന്നത് വലിയ ചോദ്യമാണ്. ആ ധൈര്യമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അത് ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ സർക്കാരിന് ധൈര്യമുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ വിഷയത്തിൽ അദാനിയെ കയറൂരി വിടുകയാണെങ്കിൽ, ഈ വിഷയത്തിൽ അദാനിയെ തടയാതെ, ഇത്തരം കാര്യങ്ങൾ അദാനിയോട് ചൂണ്ടിക്കാണിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഇനിയും ഒരുപാട് നിയമലംഘനങ്ങൾ, ഒരുപാട് ചട്ടലംഘനങ്ങൾ, ഒരുപാട് കരാർ ലംഘനങ്ങൾ അദാനി നടത്തുമെന്ന് ആരും ഇവിടെ ചോദിക്കില്ല. ഇപ്പോഴത്തെ ഒരു സംവിധാനം അനുസരിച്ച് അദാനിക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു സാഹചര്യമാണല്ലോ. അങ്ങനെയല്ലെങ്കിൽ അദാനി ഇത് ചെയ്യില്ല, ഒരു കാരണവശാലും ചെയ്യില്ല. ഈ ക്ലോസ് ഈ കരാറിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ ക്ലോസ് പ്രകാരം സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു കാരണവശാലും അദാനിക്ക് 49% ഓഹരികൾ ഇതുപോലെ വിൽക്കാൻ പറ്റില്ല. ഇതുപോലെ വിറ്റു എന്നൊരു കരാർ ഉണ്ടാക്കിയ ശേഷം അത് സെബിയെ അറിയിക്കുന്ന ഒരു ധൈര്യം അദാനി ഒരു കാരണവശാലും കാട്ടില്ല എന്ന കാര്യം ഉറപ്പായിരുന്നു. അപ്പോൾ അദാനിക്ക് വലിയ ധൈര്യമുണ്ടായിരിക്കുന്നു. ആ ധൈര്യം എവിടെ നിന്ന് കിട്ടി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു രാഷ്ട്രീയ ചോദ്യം കൂടിയാണ്. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അദാനിയിലെ പ്രധാനപ്പെട്ട വ്യക്തികളുമായി VD സതീശൻ കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദ സാഹചര്യങ്ങളുണ്ട്. അദാനിയിലെ ആ പ്രധാനപ്പെട്ട വ്യക്തിയെ കാണാനായി ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തേക്ക് VD സതീശൻ പോയത് എന്തിനാണ്, അതിൻ്റെ പണം ആരാണ് നൽകിയത് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ യാത്രയാണോ അദാനിക്ക് ഈ ഒരു ധൈര്യം നൽകിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇവിടെ വലിയ ചട്ടലംഘനം അദാനി നടത്തിയിരിക്കുന്നു. അദാനിയെ ആ ചട്ടലംഘനത്തിൽ തടയാനുള്ള എല്ലാ ക്ലോസും ഈ കരാറിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആ വ്യവസ്ഥകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അദാനി ഇപ്പോൾ നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ അദാനി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഈ ഓഹരി കൈമാറ്റ തീരുമാനം റദ്ദാക്കാൻ, അത് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെടാൻ ഈ സർക്കാരിന് രാഷ്ട്രീയമായ നട്ടെല്ലുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇവിടെ. ശരി, ശ്രീ ആന്റോ, വിവാദത്തിരെയോ? വിവാദങ്ങളുടെ പൂരം എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ദിവസമായിട്ട് നമ്മൾ കാണുന്നത് അതാണ്. അദാനിയെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, അദാനിക്ക് 2080 വരെ വിഴിഞ്ഞം പോർട്ട് ലീസിന് കൊടുത്തിരിക്കുന്നു. ആ ലീസിന് കൊടുത്ത കമ്പനിയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ കമ്പനിയുടെ 49% MSC എന്ന് പറയുന്ന കമ്പനിക്ക് വിറ്റിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യം. ആരത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്? അദാനി ഓപ്പറേറ്റ് ചെയ്യും, MSC ഓപ്പറേറ്റ് ചെയ്യും. MSC എന്ന് പറയുന്ന ആരാണ്? ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയാണ്. കപ്പൽ കമ്പനിയുടെ ഉദ്ദേശം എന്താണ്? 150 രാജ്യങ്ങളിലുള്ള ചരക്കുകൾ കൊണ്ടുവരികയും ചെയ്യുന്ന കമ്പനിയാണ് MSC എന്ന് പറയുന്ന കമ്പനി. 7 ലക്ഷത്തിലധികം കണ്ടെയ്നറുള്ള കമ്പനിയാണ്. അപ്പോൾ ഏഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്താണ്? ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം കണ്ടെയ്നർ, 7 ലക്ഷത്തിലധികം വരുന്ന കണ്ടെയ്നർ ഉണ്ടല്ലോ, ഇത് ഹോൾഡ് ചെയ്യാൻ ഒരു സ്ഥലമില്ല. ഹോൾഡ് ചെയ്യാൻ ഒരു സ്ഥലം വേണം. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യൻ്റെ ഏക പോർട്ടാണ് ഈ പറഞ്ഞ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ ഒരു വലിയ കപ്പലുകൾ അടുക്കുന്ന ഒരു പോർട്ട് കിട്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ കാലി കണ്ടെയ്നറൊക്കെ അടുക്കി വെക്കാം. എന്നിട്ട് ഫീഡർ കപ്പൽ കൊണ്ട് ഈ പറയുന്ന കണ്ടെയ്നറുകളെ മറ്റു അടുത്ത കൊളംബോ പോലെയുള്ള, അവരുമായിട്ട് ഏറ്റവും വർഷങ്ങളായി വ്യാപാര കരാറുള്ള രാജ്യങ്ങളിലേക്ക് ഈ പറയുന്ന സംവിധാനങ്ങളെ കൊണ്ടുപോവുകയും ഈ കാലി കണ്ടെയ്നർ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുമാനം കിട്ടണമെങ്കിൽ ഏക ഓപ്ഷനേ ഉള്ളൂ. എന്താണ്? കയറ്റി ഇറക്കുമതി സംവിധാനം നടത്തണം. ഒന്നില്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കിട്ടണം, അല്ലെങ്കിൽ എക്സ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ പറയുന്ന കസ്റ്റംസിന് വരുമാനം കിട്ടണം. ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. കസ്റ്റംസിന് വരുമാനം കിട്ടാതെ രാജ്യത്തിന് എന്ത് വരുമാനമുള്ളത്? ഇവിടുന്ന് കേരളത്തിൽ നിന്നും സൗത്ത് ഇന്ത്യയിലും പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് വരുമാനമുള്ളത്? ഇതൊക്കെ ആര് തീരുമാനിക്കും? ഇത് അദാനിയും ഈ പറഞ്ഞ MSC കമ്പനിയും തീരുമാനിക്കും എന്നുള്ളതാണ്. ഞാൻ ഈ അദാനീൻ്റെ കോൺട്രാക്റ്റ് എടുത്ത് നോക്കിയതിൻ്റെ അകത്ത് ഞാൻ നോക്കിയ ഒരു കാര്യം, ഇന്ത്യയിലുള്ള എല്ലാ കപ്പലുകൾക്കും ഇവിടെ വിഴിഞ്ഞം പോർട്ടിൽ കയറ്റിറക്ക് ചരക്ക് നീക്കം നടത്താനുള്ള അനുമതി ഉണ്ടാവണം എന്നൊരു ക്ലോസ് അതിനകത്ത് വേണ്ടേ? അങ്ങനെ ഒരു ക്ലോസേ ഇല്ല. അത് അദാനി തീരുമാനിക്കും എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. എന്തിനാണ് വിഴിഞ്ഞത്തൊരു പോർട്ട്? വിഴിഞ്ഞത്ത് പോർട്ട് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ചരക്ക് നീക്കം മുന്നോട്ട് കൊണ്ടിരിക്കുകയും സംസ്ഥാനത്തിൻ്റെ വലിയ വരുമാന മാർഗമായി, അല്ലെങ്കിൽ മറ്റുള്ള സാങ്കേതിക സംവിധാനങ്ങളെല്ലാം വളരുന്നതോടുകൂടി സംസ്ഥാനം വലിയ മാറ്റമുണ്ടാകുകയും ചെയ്യുന്നത് പോലെയാണ്. ഞാൻ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വ്യവസായ മന്ത്രിയുടെ ഒരു നിയമസഭയിലെ പ്രസംഗം കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ദുബായിൽ എണ്ണക്ഷാമം വന്ന സമയത്ത് എണ്ണ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ അവരെ രക്ഷിച്ചത് ദുബായ് പോർട്ടാണ് എന്നുള്ളത്. ദുബായ് പോർട്ടാരാണെന്നറിയോ? ദുബായ് ഷെയ്ഖിൻ്റെയാ, ദുബായ് ഗവൺമെൻറ്റിൻ്റെയാ. ഇതെന്ത് ചെയ്തു? അത് രക്ഷിച്ചതും ആ രാജ്യത്തെ ഡെവലപ്പ് ചെയ്തതും ദുബായ് പോർട്ടാണ്.
ഇവിടെ ആ കമ്പനി ഈ പോർട്ട് എടുത്ത് അദാനിക്ക് വിറ്റു. സിമ്പിളാണ്. ഈ പോർട്ട് എടുത്ത് 2080 വരെ അദാനിക്ക് വിറ്റു. 2080 വരെ ഒരു ഇന്ത്യൻ നയപ്പൈസ അവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. എന്താണ് പറയുന്നത്? പ്രോഫിറ്റിൻ്റെ 30 വർഷം കഴിഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ 1% കിട്ടും എന്നാണ് പറയുന്നത്. പ്രോഫിറ്റ് വേണ്ടേ? ആരാ പ്രോഫിറ്റ് നിശ്ചയിക്കുന്നത്? പ്രോഫിറ്റ് നിശ്ചയിക്കുന്ന അദാനിയാണ്, MSC കമ്പനിയാണ്. അവർക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 1% കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കുകയും വേണ്ട. അദാനി പറയുകയാണ് ഞങ്ങളുടെ ഷിപ്പുകളൊന്നും ഇവിടെ വലിയ കയറ്റിറക്ക് സംവിധാനം നടക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ ലാഭമില്ല എന്ന് പറയാൻ ഇല്ല. അത്ര തന്നെ. ഞങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ എക്സ്പെൻസുകൾ വരുന്നുണ്ട്. എക്സ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. ഇപ്പം ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഈ 2813 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തല്ലോ. ആ ഇൻവെസ്റ്റ് ചെയ്ത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? എക്യുപ്മെൻസിലാണ്. എക്യുപ്മെൻസിൽ ആരെ വില നിശ്ചയിക്കുന്നത്? അദാനി തന്നെ നിശ്ചയിക്കുക. ആ മെഷീന് 100 കോടി രൂപയുണ്ടെന്ന് പറഞ്ഞാൽ 100 കോടിയാണ്, 150 കോടി. ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മുഴുവൻ ആര് പണം ഇൻവെസ്റ്റ് ചെയ്യണം? ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊന്നും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗവൺമെൻറ് മനസ്സിലാകുന്നില്ല എന്നാണോ വിചാരിക്കേണ്ടത്? ഇതൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സംവിധാനങ്ങളെ വലിയ രീതിയിൽ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടുള്ള പണം സമാഹരിക്കാൻ പറ്റിയ ഒരു കമ്പനിയായി അദാനി കേരളത്തിൽ മാറി എന്നുള്ളതാണ് അല്ലേ? എന്തുകൊണ്ട് പിന്നെ അദാനിയുടെ പ്രൊജക്റ്റുകളെ ആ അർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റുകൾ കണ്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് കണ്ടില്ല? നമ്മൾ കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ട് ഏതാ? ഈ പറഞ്ഞ സിയാലല്ലേ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടല്ലേ? കരുണാകരൻ കൊണ്ടുവന്നതല്ലേ? എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? കരുണാകരൻ കൊണ്ടുവരുന്നത് PPP മോഡൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് സർക്കാർ പണിയാണ് അല്ലേ? സർക്കാർ ഉദ്യോഗസ്ഥനായ MD അല്ലേ? സർക്കാരിൻ്റെ ജനങ്ങളുടെ പണമാണ്. എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ടായി കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് മാറിയില്ലേ? ആരാണ് നിശ്ചയിക്കുന്നത്? ഒരു പോർട്ട് നടത്താൻ പറ്റിയ സംവിധാനങ്ങൾ കേരളത്തിലെ സർക്കാർ പറ്റില്ല എന്ന് ആരാ തീരുമാനിച്ചേ? ഏത് 15 വർഷം മുന്നേ അല്ലെങ്കിൽ 20 വർഷം മുന്നേ മുദ്ര പോർട്ട് അദാനി എടുക്കുന്നതിന് മുന്നേ അദാനിക്ക് വല്ല പോർട്ടിൽ പരിചയം ഉണ്ടായിരുന്നോ? അങ്ങനെയാണോ അദാനി? കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന അന്നത്തെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ഈ പോർട്ട് ഏൽപ്പിക്കുന്ന സമയത്ത് മുദ്ര പോർട്ട് ഏൽപ്പിക്കുന്നതോടുകൂടിയിട്ടാണ് അദാനി പോർട്ടിൻ്റെ ആളായി മാറുന്നത് അല്ലേ? അതിന് മുന്നേ പരിചയമുണ്ടോ? ആരാണ് തീരുമാനിക്കുന്നത്? കേരളത്തിലെ ഗവൺമെൻറ്റിന് ഒരു പോർട്ട് നടത്താൻ കഴിയില്ല എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നിങ്ങളതിന് വാല്യൂ മനസ്സിലാക്കുന്നേ. കാരണം അസറ്റ് ഇല്ലാത്ത ഒരു കമ്പനിക്ക് അസറ്റില്ലല്ലോ. ഈ അദാനി വിറ്റ 49% കമ്പനിക്ക് അസറ്റില്ല. അസറ്റായിരുന്ന സർക്കാരിൻ്റെയാണ്. 2080 വരെ ലീസിന് കിട്ടിയത്. ആ അസറ്റില്ലാത്ത ഒരു കമ്പനി 27,000 കോടി രൂപ വില മതിച്ചിരിക്കുന്നു ഇല്ലേ? കേരളത്തിലെ ഒരു ഒരു വാല്യുവേഷൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഒരു വാല്യുവേഷൻ കമ്പനി 27,000 കോടി രൂപ. അസറ്റില്ലാത്തൊരു കമ്പനിക്ക് 27,000 കോടി വാല്യൂ നിശ്ചയിച്ചാൽ എന്തായിരിക്കും വിഴിഞ്ഞ പോർട്ടിൻ്റെ വാല്യൂ? ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര വർഷത്തേക്ക്? 2080 വർഷം, 2025 26 ആയിട്ടുള്ളൂ. 56 വർഷത്തേക്ക് അല്ലെങ്കിൽ 54 വർഷത്തേക്ക് 27,000 കോടി രൂപയാണ് അതിൻ്റെ വാല്യൂ. ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, 1 വർഷമായിട്ടുള്ളൂ. ചരക്ക് 1 വർഷമായിട്ടുള്ളൂ. ഇതിൻ്റെ വാല്യൂ എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? അതും 49% ഒരു ഇൻ്റർനാഷണൽ കമ്പനി വന്ന് വാങ്ങുകയാണ് അല്ലേ? എന്നാൽ അവർ തീരുമാനിക്കുകയാണ് എങ്ങനെ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളത്. നടത്തിപ്പ് കമ്പനിയുടെ കാര്യം പറയുന്നത്. ഒരു നടത്തിപ്പ് കമ്പനിക്ക് 27,000 കോടി രൂപ വാല്യുവേഷൻ. ഒന്ന് ആലോചിച്ച് നോക്കി. നടത്തിപ്പ് കമ്പനിയുടെ ഷെയർ അല്ല ശരി മാഡം, നടത്തിപ്പ് കമ്പനിക്ക് 27,000 കോടി രൂപ ഷെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന് വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ അതിന് വലിപ്പം ആലോചിച്ച് നോക്ക്. അതാണ് ആര് ഇൻവെസ്റ്റ് ചെയ്ത് അദാനിയെ ഏൽപ്പിച്ചത്? ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്ത് അദാനിയെ ഏൽപ്പിച്ചു അല്ലേ? 69% ഷെയർ കേന്ദ്ര ഗവൺമെന്റ് 9%, ബാക്കി 51% കേരള സർക്കാർ കൂടി ഇൻവെസ്റ്റ് ചെയ്ത് അദാനിനെ ഏൽപ്പിച്ചു. അപ്പോൾ അതല്ല, അങ്ങനെ പറയല്ലേ. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഇതിനൊന്നും കാണല്ലേ. ഞാൻ പറയുന്നത് എന്താ അറിയോ? അദാനി ഉള്ള കോൺട്രാക്റ്റിൽ 28.9% അദാനിയുടെ പങ്കാളിത്തമെങ്കിലും ഇതിന്റെ വാല്യൂ കണക്കാക്കുന്നത് ഈ 28.9 കണക്കാക്കിയിട്ടല്ല, അതാണ് ഞാൻ ബോട്ടിന്റെ വാല്യൂ. ഒരു ബിസിനസ്സുകാരൻ കാണുന്ന പോലെ സർക്കാർ കാണാൻ പറ്റും? എന്തൊരു വാദം! ഞാൻ ബിസിനസ്സുകാരനാണ്, അദാനി ബിസിനസ്സുകാരനാണ്. കേരളത്തിലെ ഇന്ത്യയിലും ബിസിനസ് ചെയ്യുന്ന കോടീശ്വരന്മാരെല്ലാം ബിസിനസ്സുകാരായിരിക്കും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ ബുദ്ധിക്ക് അനുസരിച്ചിട്ടാണോ സർക്കാർ പെരുമാറുക? സർക്കാർ പെരുമാറേണ്ട എങ്ങനെയാണ്? സർക്കാരിന് ലോങ് ലൈഫിൽ സർക്കാർ ലോകമുള്ളിടത്തോളം കാലം കേരളത്തെ എങ്ങനെ വിഭാവനം ചെയ്യണം
എന്ന് വിചാരിച്ചിട്ട് വേണം സംവിധാനത്തെ ഉണ്ടാക്കാൻ വേണ്ടി. പുതിയതായി അനുഭവിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് 2015 മുതലുള്ള കരാറിൽ ഈ കഴിഞ്ഞ 10 വർഷം 2024 തുറമുഖ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് വരെ ഇല്ലാത്ത വേദന ഇപ്പോൾ അങ്ങേക്കുണ്ടായത് ഈ പറഞ്ഞ 49% മാത്രമാണോ? അങ്ങ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്ങ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു മുമ്പ് ഉണ്ടാക്കുന്ന കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ ലേലത്തിൽ ഇത് രണ്ടും ചെയ്തതാരാണ്? 2015 കോൺഗ്രസ് ഈ എഗ്രിമെന്റ് വെച്ചതാരാണ്? UDF സർക്കാരാണ്. ഉമ്മൻചാണ്ടി സർക്കാരാണ് അല്ലേ? ഇപ്പോ അദാനി ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് പറഞ്ഞാൽ UDFന്റെ സർക്കാർ ഉണ്ടാക്കിയ എഗ്രിമെന്റിൽ വയലേഷൻ നടത്തിയിരിക്കുന്നു 2026 10 വർഷത്തിന് ശേഷം. അതിനെന്ത് നടപടിയാണ് ഈ പറയുന്ന രണ്ടാമത്തെ അതിനുശേഷം വന്ന UDF സർക്കാരിന്റെ മുഖ്യമന്ത്രിയായ VD സതീശൻ നിലപാടെടുത്തത് പറഞ്ഞാൽ മതി. പക്ഷേ വയലേഷനെ കുറിച്ചല്ല അങ്ങ് നേരത്തെ ഞാൻ പറയട്ടെ അതിലേക്ക് എത്തിയിട്ടില്ല, അതിന് മുന്നേ അതിന് ഇടപെട്ടു. അപ്പം ഞാൻ പറയുന്നത് 27,000 കോടി രൂപ ആസ്തിയുള്ള ഒരു സംവിധാനമായി വിഴിഞ്ഞം പോർട്ട് മാറിയിരിക്കുന്നു. അത് ദീർഘവീക്ഷണമില്ലാത്ത ഗവൺമെൻറ്റായി 2015 ഗവൺമെൻറ് 2015 അത് ദീർഘവീക്ഷണം കണ്ടില്ല. ശരി, വേണ്ട, ഇനി 2015 ഗവൺമെൻറ് അത് ദീർഘവീക്ഷണം ഇല്ലാതെ അത് നടപ്പിലാക്കിപ്പോയി. 2026 എത്തിയപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കി. കഴിഞ്ഞ ഒരു വർഷം 1006 കപ്പലുകൾ വന്നതിൻ്റെ അകത്ത് 1000-ലധികം കപ്പൽ ഒരു കമ്പനീൻ്റെ വന്നു. അന്വേഷണം നടത്തിയോ? എന്തുകൊണ്ട് കേരളത്തിൽ മറ്റുള്ള കമ്പനികളുടെ കപ്പലുകളൊന്നും വന്നില്ല? അവർക്ക് അനുമതി കൊടുക്കുന്നില്ലേ? ലോകത്തെ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും ഏഷ്യയിലേക്കും ഈ പറയുന്ന സൗത്ത് ഏഷ്യയിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന കപ്പലുകൾ കേരളത്തിൽ എന്തുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് അന്വേഷണം നടത്തിയോ? ഈ വിഴിഞ്ഞം വിസിലിൻ്റെ MD ആരാ? വിസിലിൻ്റെ MD എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ IAS ഉദ്യോഗസ്ഥനല്ലേ? അവരെന്തുകൊണ്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് ഹാജരാക്കിയിട്ടില്ല? കേരളത്തിലേക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കപ്പൽ വരാൻ കഴിയുന്നില്ല എന്നും കേരളത്തിൽ നിന്ന് കയറ്റർക്ക് ചരക്ക് നീക്കം നടത്താൻ കഴിയുന്നില്ല എന്നും റിപ്പോർട്ട് ആവണ്ടായിരുന്നോ? എന്തുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അത് നടന്നില്ല? അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ VD സതീശൻ നിന്ന് മുഖ്യമന്ത്രി വരുന്നു. ഈ പറയുന്ന ഇതുവരെ നമ്മൾ കാണാത്ത, ഇതുവരെ ഒരു ഫിസിക്കൽ ട്രാൻസാക്ഷനിലേക്ക് പോകാത്ത അദാനി കമ്പനി ഇതാ ഇപ്പോൾ വന്നിരിക്കുന്നു. അവരുടെ 49% ഷെയർ വിൽക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാണ്? ഇന്നലത്തെ ഭാഷയിൽ പറഞ്ഞാൽ, KC വേണുഗോപാൽ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ, ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പർ പവർ ആയിരിക്കും. ആ സൂപ്പർ പവർ എന്ന് പറയുന്ന സംവിധാനം എടുത്ത് കേരളത്തിലേക്ക് വരരുത്. അങ്ങനെ നടക്കുമോ എന്നാണ് KC വേണുഗോപാൽ ചോദിച്ചത്. അപ്പം അങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ ഈ പറയുന്ന അദാനി ഈ പറയുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ടാവുക, അനുമതി മേടിക്കാതെ നടപടി സ്വീകരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അദാനി സ്വീകരിച്ചിട്ട് ഇപ്പം ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നും 4ാം നാളും ഒക്കെ ആയിട്ട് നമ്മൾ പറയുകയാണ് 29-ാം തീയതി നടന്ന ട്രാൻസാക്ഷനാണ്. ഇന്നത്തെ ഡേറ്റ്, ഇന്ന് 3-ാം തീയതിയായി. എത്ര ദിവസം കഴിഞ്ഞു? 4 ദിവസം കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞാൽ അത് ഒരു അതൃപ്തി അറിയിക്കുന്നതല്ലാതെ എന്ത് നടപടിയാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്? കമ്മിറ്റി ആരാണെന്നേ? കമ്മിറ്റി ഇപ്പം ഈ ഓഫീസിൽ പിന്നെ ഞാൻ MD ആണ്, താങ്കൾ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്, ബോർഡ് ഡയറക്ടർ ഒരാളിരിക്കുന്നു PR സുനിൽ, നമ്മൾ 3 പേരും കൂടെ കമ്പനി തീരുമാനിച്ചാൽ മതിയോ? തുറമുഖ മേഖലയിലെ വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുള്ള കമ്മിറ്റി രൂപീകരിച്ച് പഠനം നടത്താനാണ് സർക്കാർ. ഇതൊന്നും ആവശ്യമില്ലാന്ന് വയലേഷൻ സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഒരു 25% മേലെയുള്ള ഒരു ട്രാൻസാക്ഷൻ നടത്താൻ പാടില്ല. അവിടെയാണ് വയലേഷൻ എന്നുള്ള വാദം അപ്പുറത്ത് പറയാൻ കഴിയും. 25% മേലെയല്ല താഴെയാണെന്ന് പറയാൻ പറ്റുന്ന വാദം അദാനിയുടെ കൈവശം അദാനിയുടെ കൈ കൊണ്ട് കൊടുത്തു അത് പറഞ്ഞാൽ മതി. അതിലേക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഞാൻ തുടക്കത്തിൽ അതാണ് പറയണേ. ഒരു മിനിറ്റ്, അല്ലല്ല, അങ്ങനെ പറഞ്ഞു പോരുത്. അദാനിയുടെ കമ്പനിയിൽ അദാനിയുടെ കയ്യിൽ എന്ത് കൊടുത്തു? ആദ്യം ഈ പറഞ്ഞ വിഴിഞ്ഞം പോർട്ട് കൊണ്ടു കൊടുത്തു. അതിൽ നിന്നും രക്ഷ തേടാൻ കഴിയുന്ന ഒരേ ഒരു സംവിധാനം ഉള്ളൂ. എന്ത്? 2. ഒന്ന് രാജ്യസുരക്ഷ. ഈ എഗ്രിമെന്റിൽ നിന്ന് പിന്നോട്ട് 49% ഷെയർ സർക്കാരിന് തടയാൻ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് രാജ്യസുരക്ഷ, 2 പബ്ലിക് ഇൻട്രസ്റ്റ്. രാജ്യസുരക്ഷയിലും പബ്ലിക് ഇൻട്രസ്റ്റിലും എന്ത് ചെയ്യുക? അദാനിൻ്റെ ഈ പറയുന്ന ട്രാൻസാക്ഷൻ നടത്താൻ പാടില്ല എന്ന് സർക്കാരിന് പറയാം. ടെർമിനേറ്റ് നടത്താൻ പാടില്ലെന്ന് പറയാം. വെച്ചാൽ മതി. രാജ്യസുരക്ഷയ്ക്ക് വിഘാതമാകുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് തെളിയേണ്ടതുണ്ട്. അല്ല, അത് കേന്ദ്ര സർക്കാരാണ്. ഒരു സുരക്ഷ വരാൻ പോകുന്നില്ല. അത് അമിത്ഷാന്റെ കയ്യിലിരിക്കുന്ന സാധനമാണ്. അദാനിക്കെതിരെ ആ സാധനം വരാൻ പോകുന്നില്ല, അത് വിട്ടോളൂ. പക്ഷേ പബ്ലിക് ഇൻട്രസ്റ്റിന്റെ മേലെ അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണല്ലോ ഈ പറയുന്ന VD സതീശൻ സർക്കാർ അല്ലേ? പബ്ലിക് ഇൻട്രസ്റ്റിന്റെ പേരിൽ വന്നതാണ്. ഒരു മിനിറ്റ്, പബ്ലിക് ഇൻട്രസ്റ്റിന്റെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നേ. എഗ്രിമെന്റ് വയലേഷൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് എഗ്രിമെന്റ് വയലേഷൻ നമ്മുടെ മുന്നിൽ വിസിബിളാണ്. ആ വിസിബിൾ പഠിക്കാൻ വേണ്ടി വേറൊരു സമിതിയിൽ വെച്ച് അതിന് വേറെ സമിതി. എന്താണ് സ്മൃതി മാഡം, ഒരു കേരളത്തിൻ്റെ ഒരു IAS ഉദ്യോഗസ്ഥൻ നമ്മൾ ഈ എഗ്രിമെന്റ് കാണുന്നത് ഇപ്പോഴല്ലേ?
ഇപ്പോഴല്ലേ കാണുന്നത്. നമുക്ക് 2 ദിവസം കൊണ്ട് 1 ദിവസം കൊണ്ട് ഇതിൻ്റെ A to Z കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. A to Z കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. കേരളത്തെ ഇത്രയും വലിയ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രോപ്പറായ വിശദീകരണം വരാത്തത്? എന്തുകൊണ്ടാണ് പ്രോപ്പറായ വിശദീകരണം വരാത്തത്? അതിനൊരു അജണ്ട ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? അവിടെ ഒരു അജണ്ടയുണ്ട്. ഈ അജണ്ടയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഈ അജണ്ടയാണ് മുഖ്യമന്ത്രിയാകുന്നതിന് മുന്നേ മംഗലാപുരത്ത് യാത്രയിൽ കൂടി നടന്നു എന്ന് പ്രതിപക്ഷം പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിനൊക്കെ തക്കതായ മറുപടി പറയണ്ടേ? അപ്പം ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇതുകൊണ്ടാണ് ഞാൻ കൂട്ടിച്ചേർത്തത്. എന്താണ് ഈ പറഞ്ഞ പോർട്ടും എൻ്റെ കയ്യിലാണ്, എയർപോർട്ടും എൻ്റെ കയ്യിലാണ്, ധനവകുപ്പും എൻ്റെ കയ്യിലാണ്, പിന്നെ നിയമവകുപ്പും എൻ്റെ കയ്യിലാണ്. ഈ 4 സംവിധാനം അല്ലാതെ വേറെ എവിടെയെങ്കിലും ഈ അദാനി വിഷയമായി മുന്നോട്ട് വരുമോ? നിയമപരമായ കാര്യം ഈ കമ്മിറ്റി ഇതിനുള്ളിലാണ്. അപ്പം ഈ അദാനി കേസുമായി മുന്നോട്ട് പോകണമെങ്കിൽ ആരുടെ അനുമതിയാണ്? VD സതീശന് അനുമതി. പോർട്ടുമായി ബന്ധപ്പെട്ട ആരുടെ അനുമതിയാണ്? VD സതീശന് അനുമതി. ധനവകുപ്പുമായി ബന്ധപ്പെട്ട അനുമതി ആരുടെയാണ്? VD സതീശന് അനുമതി. അപ്പം ഇതെല്ലാം ആരെയിലാണ്? VD സതീശന്. അപ്പോൾ ആര് തീരുമാനം എടുത്താൽ മതി? VD സതീശൻ തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഉറപ്പാണ് ആർക്കുള്ളത്? ആ ഉറപ്പാണ് അദാനിക്കുള്ളത്. ആ ഉറപ്പാണ്. അല്ലാതെ KC വേണുഗോപാലിൻ്റെ ഉറപ്പ് അദാനി മേടിച്ചിട്ടില്ല. കേരളത്തിലെ ബാക്കി 20 മന്ത്രിമാരുടെയും അനുമതി മേടിച്ചിട്ടില്ല. ആ അനുമതി മുഴുവൻ ആരോടെ മേടിച്ചിരിക്കുന്നത്? ഒറ്റ ഒരാളുടെ ഡിസ്കഷനാണ്. സിംഗിൾ മാൻ കോൺടാക്ട്. അതാരുമായിട്ടാണ്? അത് VD സതീശനുമായിട്ടാണ്. VD സതീശൻ്റെ അടുത്ത് നിന്ന് ഒറ്റ അനുമതി, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ എന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഞാൻ 100% ഉറപ്പിച്ച് പറയാം, അവരുടെ എഗ്രിമെൻറ്റ് ക്യാൻസലാകുന്ന രീതിയിൽ ഒരു പ്രൊജക്റ്റോടെ മുന്നോട്ട് പോവുമോ? 2500 കോടി രൂപ ഇതിൽ എന്തെങ്കിലും തട്ടുകേട് ഉണ്ടാക്കിയാൽ ആർക്ക് നഷ്ടപ്പെടും? അദാനിക്ക് നഷ്ടപ്പെടും എന്നുള്ളത് മാത്രമല്ല, ഈ കോൺട്രാക്റ്റ് നഷ്ടപ്പെടും, ഈ പറഞ്ഞ വിഴിഞ്ഞം പോർട്ട് നഷ്ടപ്പെടും. അത്രയും വലിയൊരു റിസ്ക് എടുത്തിട്ട് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാവും എന്നില്ലാതെ ഉറപ്പില്ലാതെ അദാനി മുന്നോട്ട് പോകുമോ? ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പറയുന്ന എഗ്രിമെൻറ്റ് വയലേഷൻ ക്ലോസിൻ്റെ പ്രത്യേകത എന്താ? ഈ എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യും. ഒരാളെ തല്ലാൻ പോകുമ്പോൾ എനിക്ക് 100% ഉറപ്പാണ്, ഞാൻ അവരെ തല്ലിക്കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ പോകും എന്നുള്ള ഒരു ഉറപ്പാണ്. എങ്കിലും ഞാൻ നിങ്ങളെ തല്ലാൻ വരികയാണ്. എന്താണ്? എന്നോട് SP പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അവനെ തല്ലിക്കോ, ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കണക്കാക്കിയാൽ മതി. ഇവരോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വിറ്റോളൂ, നിങ്ങൾക്ക് പ്രശ്നമില്ല, ഞാൻ അനുമതി തന്നോളാം എന്ന് പറഞ്ഞിരിക്കുന്നു. അതോടുകൂടി ഈ പറയുന്ന സംവിധാനം അവസാനിച്ചു. അതോടുകൂടി സംസാരിച്ചു. അതിനകത്ത് രാഹുൽ ഗാന്ധിൻ്റെ അനുമതി വേണ്ട, പ്രിയങ്ക ഗാന്ധിൻ്റെ അനുമതി വേണ്ട, കോൺഗ്രസിൻ്റെ അനുമതി വേണ്ട, ഹൈക്കമാൻഡിൻ്റെ അനുമതി വേണ്ട, PCCൻ്റെ അനുമതി വേണ്ട, കേരളത്തിലെ ഒരു മന്ത്രിമാരുടെ അനുമതി വേണ്ട, VD സതീശൻ്റെ സെക്രട്ടറിമാരുടെ മാത്രം അനുമതി മതി എന്നുള്ളതാണ്. ഞാൻ കണ്ടത്. അടുത്ത തൊട്ടടുത്ത് പോസ്റ്റ് വയ്ക്കുന്നത് ആരാ? പോർട്ട് സെക്രട്ടറി ആരാ? രത്തൻ കേൽക്കർ ആരാ? ഈ പറഞ്ഞ VD സതീശൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ? അപ്പോൾ ഇതിനൊക്കെ അനുമതി ആരാ? VD സതീശൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ രത്തൻ കേൽക്കറോട് പറയുന്നു, ഇത് പിന്നെ പാസ്സാക്കി കൊടുത്തോളൂ എന്ന് പറയാൻ അവസാനിച്ചു. അതോടുകൂടി എന്ത് സംഭവിച്ചു? 49% ഈ പറയുന്ന ഷെയർ MSC കമ്പനിക്ക് പോവുകയും അവിടുന്ന് 13,000 കോടി രൂപ അദാനിക്ക് കിട്ടുകയും ചെയ്യുന്നു. അതിനകത്ത് സതീശൻ പൈസ മേടിച്ചു എന്ന് പറയില്ല. പക്ഷേ 13,000 കോടി അദാനിക്ക് കിട്ടുന്നുണ്ടെന്ന കാര്യം നമുക്ക് ആർക്കും സംശയമില്ലല്ലോ. അദാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈ 2,813 കോടി രൂപ മുടക്കി 2,813 കോടി രൂപ മുടക്കിയ സമയത്ത് 13,000 കോടി കിട്ടുന്നു. ഏകദേശം എത്രയാണ്? ഏകദേശം 10,200 കോടി രൂപ ആർക്ക് ലാഭമാണ്? അദാനിക്ക് ലാഭമാണ്. കൂടാതെ എന്താ? 2080 വരെ 50% ഷെയർ മേടിക്കും. ഇനി അദാനി ചെയ്യാൻ പോകുന്ന പണി എന്താണ്? ഈ പറയുന്ന പോർട്ട് ആരെ ഏൽപ്പിക്കും? MSCനെ ഏൽപ്പിക്കും. എന്നിട്ട് അദാനി അവിടെ ഇരിക്കും. എവിടെ? അദാനിൻ്റെ സ്ഥലത്ത്. ഈ പറയുന്ന പോർട്ട് ആര് നടത്തും? ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ട്രാൻസാക്ഷൻ കമ്പനിയായിട്ടുള്ള ഈ MSC നടത്തും. MSC നടത്തിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, അവർക്ക് നാളെ തോന്നുകയാണ് ഏകദേശം ഒരു 5 ലക്ഷം കണ്ടെയ്നർ വിഴിഞ്ഞത്ത് കൊണ്ടുവച്ചേക്കാം എന്ന് തോന്നിയാൽ 5 ലക്ഷം കണ്ടെയ്നർ വിഴിഞ്ഞത്ത് കൊണ്ടുവെക്കും. ആകെ എത്ര സ്ഥലമാണിത്? 313 ഏക്കർ സ്ഥലം. 313 ഏക്കർ സ്ഥലം ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ഈ പറഞ്ഞ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മൾ സിമ്പിളായ ഒരു കാര്യം മനസ്സിലാക്കിയോ. ഞാനിപ്പോൾ ഇത് നോക്കുമായിരുന്നു കേട്ടോ. എന്താണ് ഈ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്നറിയോ? 897 കോടി രൂപ. 897 കോടി രൂപ ഉള്ള ഒരു ഷെയർ ക്യാപിറ്റലുള്ള കമ്പനി 843 കോടി രൂപ ഇൻകം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും ഇൻകം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവുക? അത് ചാർട്ടക്കന്മാരോട് ചോദിച്ചറിയാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ എന്താണ്? നെറ്റ് വർത്ത് 2,813 കോടി രൂപ കാണിച്ചേക്കുന്നു. നെറ്റ് വർത്ത് 2,813 കോടി രൂപ കാണിച്ചിരിക്കുന്നു. 897 കോടി രൂപയാണ് ആർക്ക് മുടക്ക്. സിമ്പിളായി പറഞ്ഞാൽ 897 കോടി രൂപയാണ് അദാനിയുടെ ആകെ മുടക്ക്. ഈ നെറ്റ് വർത്ത് എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക?
ആ നെറ്റ് വർത്ത് വന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ച് പോയാൽ അത് മനസ്സിലാവും. അതാണ് ഇന്ന് സെബിയിൽ കൊടുത്ത കണക്ക്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയോ, എൻ്റെ കയ്യിൽ 1000 രൂപയുണ്ട്. എൻ്റെ കയ്യിൽ 1000 രൂപയുണ്ട്. എനിക്ക് എങ്ങനെയാണ് മുടക്കാൻ പറ്റുക സുനിലെ? എനിക്ക് മുടക്കാൻ പറ്റുന്നത് മാക്സിമം പോയാൽ 1000 രൂപ വരെ മുടക്കാം. അത്രയല്ലേ മുടക്കാൻ പറ്റുള്ളൂ. ഞാൻ എത്ര മുടക്കുന്നു? 10000 രൂപ മുടക്കുന്നു. അപ്പോൾ ബാക്കി 9000 രൂപ എവിടെ നിന്നാണ്? 9000 രൂപ മുടക്കുമ്പോൾ ഒന്നിലും എന്ത് ചെയ്യണം? ഞാൻ ഈ 1000 രൂപ മുടക്കുന്ന സാധനത്തിന് 10000 രൂപ വാല്യൂ ഇട്ട് ബില്ല് മേടിച്ച് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ അത് എൻ്റെ കണക്ക് എന്താവും? 10000 കോടി രൂപയാവും അല്ലേ? അങ്ങനെ ഒരു സംവിധാനമായിട്ട് ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ 897 കോടി രൂപ മുടക്കിയ കമ്പനിക്ക് 843 കോടി രൂപ പ്രോഫിറ്റ് ആണെന്ന് അദാനി ആർക്ക് കൊടുത്തിരുന്നു? സെബിനോട് പറഞ്ഞേക്കാണ്. എന്നിട്ട് സെബിനോട് പറയുന്നത് എന്താണ്? ഞങ്ങൾ ഇങ്ങനെ ഒരു കമ്പനിയായിട്ട് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നു. ജൂൺ 29 ഒരു എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നു. അതിലാരാണ് 13.7 49% ഷെയർ ഞങ്ങൾ വിറ്റിരിക്കുന്നു. ഏതാണ്? 1.37 ബില്യൺ ഡോളർ. 1.39 ബില്യൺ ഡോളർ, ഏകദേശം 13,000 കോടി രൂപയ്ക്ക് ഞങ്ങളുടെ കമ്പനിയുടെ 49% ഷെയർ വിറ്റിരിക്കുന്നു. ആരെ അറിയിച്ചിരിക്കുന്നു? ഈ സെബിനെ അറിയിക്കുന്നു. അത് സെബിനെ അറിയിക്കേണ്ട കാര്യം അദാനിക്കില്ല കേട്ടോ. പക്ഷേ എന്തുകൊണ്ട് അറിയിക്കാൻ കാരണം, ഈ പറയുന്ന വിഴിഞ്ഞം അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനീൻ്റെ ഇൻവെസ്റ്റർ ആരാ? അദാനീൻ്റെ ലിസ്റ്റഡ് കമ്പനിയാണ്. ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിസ്റ്റഡ് കമ്പനി ആരുടെ കീഴിലാണ് വരിക? സെബീൻ്റെ കീഴിലാണ് വരിക. അപ്പോൾ സെബീൻ്റെ ഒരു സബ്സിഡറി കമ്പനി അല്ലെങ്കിൽ അദാനീൻ്റെ മെയിൻ കമ്പനിയുടെ ഒരു സബ്സിഡറി കമ്പനിയോട് ഇൻവെസ്റ്റ് നടത്തിയതുകൊണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ആരെ അറിയിക്കണം? ജസ്റ്റ് ഞങ്ങൾ കച്ചവടം നടത്തി എന്നുള്ള കാര്യം ആരെ അറിയിക്കണം? ഈ പറഞ്ഞ സെബീനെ അറിയിക്കണം. സെബീൻ്റെ നിയമപ്രകാരം എങ്ങനെയാണ്? ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് 15 മിനിറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ എൻ്റെ ലിസ്റ്റഡ് കമ്പനിയുടെ സബ്സിഡറി കമ്പനിയുടെ ഷെയർ വിറ്റ് കഴിഞ്ഞാൽ ആ ഷെയർ വിൽക്കുന്ന കാര്യം പബ്ലിക്കിനെ അറിയിച്ചു കഴിഞ്ഞാൽ അതൊരു 15 മിനിറ്റിനുള്ളിൽ സെബീനെ അറിയിക്കണം എന്നുള്ളതാണ്. അവരെന്ത് ചെയ്തു? ആ പ്രസ് റിലീസ് അടക്കം. നമ്മളെന്താ വിചാരിച്ചത്? അദാനി കമ്പനി വിറ്റതുകൊണ്ട് അദാനി വിറ്റ കാര്യം കേരളത്തിലെ ജനങ്ങളൊക്കെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രസ് റിലീസ് ഇറക്കിയതാണല്ലോ വിചാരിച്ചത്. അങ്ങനെയല്ല. ആ പ്രസ് റിലീസ് ഇറക്കിയാൽ മാത്രമേ ആരെ അറിയിക്കാൻ കഴിയുള്ളൂ? സെബീനെ അറിയിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പം ഈ ലെറ്ററും ഈ പറയുന്ന അല്ലല്ല, സെബീനെ പ്രസ് റിലീസ് ഇറക്കി 15 മിനിറ്റിനുള്ളിൽ ആ പ്രസ് റിലീസും ഈ ലെറ്ററും കൂടി ആരെ അറിയിക്കണം? സെബീനെ അറിയിക്കണം. അപ്പോൾ സെബീനെ അറിയിച്ച ശേഷം പ്രസ് റിലീസ് അല്ല എങ്കിൽ മാത്രമേ ഇത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സെബി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അറിയിച്ചാൽ മാത്രം മതി. അപ്പോൾ അത് പ്രസ് റിലീസ് അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ സെബീനെ അറിയിക്കണം എന്നൊരു ക്ലോസ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ 49% അല്ല 100% അദാനി വിറ്റാലും ഇന്ത്യയിൽ ഒരു മനുഷ്യൻ അറിയാൻ പോകുന്നുണ്ടായിരുന്നില്ല. എല്ലാത്തിലും ഓരോ ചട്ടങ്ങൾ കൂടി ചട്ടമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് IAS ഉദ്യോഗസ്ഥരുടെ കാര്യം പറയാതിരിക്കുന്ന രസം. സ്മൃതി മേഡം, നമ്മൾ എല്ലാ കാലത്തും പറയുന്നത് എന്താ അറിയോ? ചുമതലപ്പെട്ടവരാണ്. അല്ലല്ല, ചുമതലയൊക്കെ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പ്രവർത്തിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് തർക്കം ഉണ്ടാകാം. ചുമതല എന്ന് പറയുന്ന സംവിധാനം എന്താണ്? നല്ല ഭരണ പ്രാഗൽഭ്യമുള്ള ഒരു മന്ത്രിയുടെ കീഴിൽ ഗംഭീരമായി IAS ഉദ്യോഗസ്ഥർ വർക്ക് ചെയ്യും. നല്ല പരിചയമോ അല്ലെങ്കിൽ പ്രാപ്തി ഇല്ലാത്തൊരു മന്ത്രിയുടെ മുന്നിൽ IAS ഉദ്യോഗസ്ഥൻ അവൻ്റെ ശൈലിയിൽ പ്രവർത്തിക്കും. ഇത്രേ വ്യത്യാസമുള്ളൂ. നിങ്ങൾ 2015 പോർട്ട് മന്ത്രിയുടെ അവസ്ഥയും ദയനീയാണ്. 2016 പോർട്ട് മന്ത്രിയുടെ അവസ്ഥയും ദയനീയാണ്. 2021 പോർട്ട് മന്ത്രിയുടെ അവസ്ഥയും ദയനീയാണ്. ഇപ്പോഴത്തെ പോർട്ട് മന്ത്രി എന്ന് പറയുന്ന ഈ സാധനം അദാനിക്ക് കൊടുക്കാൻ വേണ്ടി കൂടി ഇരിക്കുന്നതാകുമ്പോൾ ഈ പറയുന്ന സംവിധാനം മുഴുവൻ ക്ലിയർ ആയി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ സാധനം 2080 വരെ അദാനിൻ്റെ കയ്യിലാണ്. ഒന്നും ചെയ്യാൻ പൊളിറ്റിക്കൽ വിൽ കോൺഗ്രസിന് ഇല്ലെങ്കിൽ, പൊളിറ്റിക്കൽ വിൽ കോൺഗ്രസിന് ഉണ്ടെങ്കിൽ അദാനി ഒരു ഇഞ്ച് നീങ്ങില്ല. പൊളിറ്റിക്കൽ വിൽ കോൺഗ്രസിന് ഇല്ലെങ്കിൽ അദാനി ഈ സംവിധാനം 10 കൊല്ലമില്ലാത്തൊരു പ്രത്യേക വില്ല് ഇപ്പൊ നമുക്ക് നോക്കാം. തിരിച്ചെത്താം. 13,000 കോടിക്ക് വിറ്റിട്ടൊന്നും. വിവാദത്തിരിയോ എന്ന ചോദ്യത്തിന് സംസ്ഥാനത്തിന് അഭിമാനമാകേണ്ട ഒരു വികസന പദ്ധതി ഇപ്പോൾ വിവാദങ്ങളിൽ പെടുകയാണ്. അതിൽ രാഷ്ട്രീയമായ വിവാദം, രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ്. അദാനിയുടെ 49% ഷെയർ MSC കമ്പനിക്ക് വിറ്റു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിന് സംസ്ഥാന സർക്കാരിന് 61.5% ഷെയർ ഉള്ളത്. കേന്ദ്ര സർക്കാരിന് 9.6% ഷെയർ ഉള്ളത്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന് 28.9% ഷെയർ ഉള്ളത്. ഈ 28.9% ഷെയറിലെ അവനവനുള്ള ഷെയറിൽ നിന്നും 49% MSCക്ക് വിറ്റു എന്നുള്ളതാണ് ഇപ്പോൾ അതിലൊരു വിഷയമായിരിക്കുന്നത്. അപ്പോൾ ആകെയുള്ളതിന് 49%
എന്താണോ വിഴിഞ്ഞം പോർട്ടിന്റെ കയ്യിലുള്ളത് അതിന്റെ 40%, എന്താണോ അദാനിയുടെ കയ്യിലുള്ളത് അദാനിയുടെ കയ്യിലുള്ളതിന്റെ 49% വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു സംശയം, അത് രൂപത്തിലാണോ അത് വ്യാഖ്യാനിക്കപ്പെട്ടതെന്നൊരു സംശയം അവിടെ നിൽക്കുകയാണ്. അതിൽ വ്യക്തത സർക്കാർ വരുത്തേണ്ടതുണ്ട്. അതിലിപ്പോൾ സമിതി പരിശോധിക്കുന്നു. ഇപ്പോൾ ഒരു രാഷ്ട്രീയമായ വിഷയമായിരിക്കുന്നു. അദാനി ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എടുക്കുന്ന പോലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിലപാടെടുക്കാൻ സാധിക്കുകയില്ല എന്ന് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ KC വേണുഗോപാൽ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതിലൊരു രാഷ്ട്രീയ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ്. തൽക്കാലം അതിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കാര്യം ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓഹരി കൈമാറ്റത്തിൽ തുറമുഖ മേഖലയിലെ വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് പഠനം നടത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയുടെ വിസിലിന്റെ റിപ്പോർട്ടും ഇതിൽ പരിഗണിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ വിഴിഞ്ഞം അദാനിക്ക് കൊടുത്തതാണ് ഇപ്പോൾ ഒരു വലിയ ചർച്ചയാകുന്നത്. അതാണ് അതിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക രാഷ്ട്രീയ കാപട്യം എന്ന് പറയുന്നത്. അദാനിക്ക് കൊടുത്ത സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. 2015 ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ലേലത്തിൽ വെക്കുമ്പോൾ രാജ്യത്തെ ഒരു കമ്പനിയും വരാനുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം വന്നതാണ് അദാനി. അങ്ങനെ ആകെ വന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ അവർ പറയുന്ന പല കാര്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം അന്നത്തെ സർക്കാർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പല ഇളവുകളോടും കൂടി തന്നെയാണ്, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഇളവുകളോട് തന്നെയാണ് അന്ന് പദ്ധതി ഈ പറഞ്ഞ അദാനിക്ക് നൽകിയിട്ടുള്ളതെന്നാണ്. അതിന് തുടർച്ചയായി കഴിഞ്ഞ 10 വർഷം അതുമായി മുന്നോട്ട് പോയ ഇടത് സർക്കാരിനാണ് 2024 വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്യുന്ന ഘട്ടത്തിൽ ഒന്നും നടക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു സ്ഥലത്താണ് നമ്മളത് വികസനത്തിലേക്ക് കുതുക്കിയാണ് എന്ന കഴിഞ്ഞ ഇടത് സർക്കാർ പറഞ്ഞത്. ആ വികസനത്തിലേക്ക് കുതിക്കുന്നതിൽ കേരളത്തിന്റെ പാർട്ട്ണറായി അദാനിയെ പറയുകയാണ്. അദാനി കേരളത്തിന്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയാകും എന്ന് തീരുമാനിക്കപ്പെടും മുമ്പ് VD സതീശനുമായി രഹസ്യ ചർച്ച നടത്തി അദാനി എന്ന ആരോപണം അവിടെ ഉന്നയിക്കപ്പെടുന്നത്. അത് എത്രത്തോളം ലോജിക്കലി കറക്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരു കൂടിക്കാഴ്ച, അതിന് ചിത്രങ്ങൾ വരുമ്പോൾ അത് രഹസ്യ കൂടിക്കാഴ്ചയാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതും എനിക്ക് മനസ്സിലാകുന്നില്ല. മൂകാംബികയിലേക്ക് പോയിരിക്കുന്ന രാഷ്ട്രീയ നേതാവ് അവിടെ പല നേതാക്കളെയും കണ്ടു. അത് ചിത്രങ്ങളായി വരുന്നു. ഒരു രഹസ്യ കൂടിക്കാഴ്ചയായി പറയുന്നു. അത് എയർപോർട്ടിൽ കണ്ട ചാർട്ടേഡ് വിമാനത്തിൽ പോകുന്ന ആളുകൾ ഇവിടെ പല നേതാക്കളുണ്ട്. അവരൊക്കെ പോകുന്നവർ 25 ലക്ഷം കൊടുത്തിട്ടാണ് ആ ചാർട്ടേഡ് വിമാനത്തിൽ പോകുന്നത് അങ്ങ് കരുതുന്നു. ഒരു രാഷ്ട്രീയ നേതാവിന് പോകാൻ അങ്ങ് കറപ്ഷനാണ് അങ്ങ് തെളിയിക്കൂ കേട്ടോ, അങ്ങ് തെളിയിക്കൂ. ഒന്നാമത് മുഖ്യമന്ത്രിയാകും മുമ്പ് അദാനി അങ്ങോട്ട് വഴങ്ങുകയായിരുന്നു, അങ്ങോട്ട് ഡീൽ ഉണ്ടാക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ദഹിക്കാൻ അല്പം ബുദ്ധിയുള്ളവർക്ക് ബുദ്ധിമുട്ടാകും. അല്ലാതെ രാഷ്ട്രീയ തിമിരത്തോടുകൂടി കാര്യങ്ങളെ കാണുന്നവർക്ക് ആ രൂപത്തിൽ കാണാം. അതിലെനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. രാഷ്ട്രീയ തിമിരത്തോടുകൂടി കാണുന്നവർക്ക് ആ രൂപത്തിൽ കാണാം. 25 ലക്ഷം എണ്ണി അവിടെ കൊടുത്തിട്ടാണ് ആ യാത്ര അങ്ങനെ അത് അദാനിയുടെ ജെറ്റായിരുന്നു. ഞാൻ ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഉന്നയിക്കുന്നവരാണ് പറയേണ്ടത്. ഉറപ്പായിട്ട് ഉന്നയിക്കുന്നവരാണ് തെളിയിക്കുന്നത്. തെറ്റായ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട കാര്യം കൂടിയില്ല. കേരളത്തിലെ ഏത് നേതാവാണ് പ്രൈവറ്റ് ജെറ്റ് ഒരു മിനിറ്റ്, ഇവിടെ പല നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഏതൊക്കെ വ്യവസായികളിൽ നിന്നും സൗജന്യങ്ങൾ പറ്റിയിട്ടുണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ കാലത്തിൽ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ 10 വർഷത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷത്തെ കാര്യം ഞാൻ ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞോട്ടെ പ്ലീസ്, എന്നെ കൂടി പറയാൻ അനുവദിക്കൂ. അപ്പോൾ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഇളവുകളുടെ കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ ഇളവുകൾ വലിയ രീതിയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. 2019 ഡിസംബർ 31 തുറമുഖ നിർമ്മാണം പൂർത്തീകരിക്കും എന്നായിരുന്നു അദാനി ഗ്രൂപ്പ് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ആർബിട്രേഷൻ നടപടി പിൻവലിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. 49 കോടിയായിരുന്നു. ആ 49 കോടി വേണ്ട എന്ന് വെക്കുകയാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെ 817 കോടിയുടെ ലയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ലഭിക്കാൻ കൂടി ഈ ഇളവ് അനുവദിക്കുകയായിരുന്നു. അപ്പോൾ ത്രികക്ഷി കരാറാണ് കേന്ദ്രം, കേരളം, അദാനി. ആ കരാർ ഒപ്പിടുന്നത് എന്തുകൊണ്ടാണ്? ഈ പിഴയില്ലാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അപ്പോൾ അവിടെയും അദാനിക്ക് ഇളവ് ലഭിക്കുകയായിരുന്നു. 2024 സപ്ലിമെന്ററി കൺസെഷൻ എഗ്രിമെന്റിലൂടെ തുറമുഖത്തിന്റെ നടത്തിപ്പിനും ലാഭത്തിനുമുള്ള അദാനിയുടെ സമയം നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. 2055 നിന്ന് 2060 നീട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും അദാനിക്ക് ഇളവുകൾ നൽകിയ കഴിഞ്ഞ സർക്കാരാണ് ഇപ്പോൾ അദാനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദാനി ഇപ്പോൾ തൊട്ടുകൂടാത്തവരായിരിക്കുന്നു. കേരളത്തിന്റെ പാർട്ട്ണർ എന്ന് പറയുകയും എന്നിട്ട് പാർട്ടി ഓഫീസിലേക്ക് കൂടി അദാനിയെ ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ആഗോള കുത്തക എന്ന് പറയുമ്പോൾ ഇപ്പോൾ രാജ്യത്തെ കുത്തകയാണല്ലോ, ആഗോള കുത്തകയല്ലേ, രാജ്യത്തെ കുത്തകയാണല്ലോ. അപ്പോൾ കുത്തക കമ്പനിയെ
ഇപ്പോൾ വലിയ രൂപത്തിൽ തന്നെ ഇടതുപക്ഷം വിമർശിക്കാറുള്ളതാണ്. അങ്ങനെ ഒരു കുത്തക കമ്പനിയുടെ മുതലാളിയെ പാർട്ടി ഓഫീസിലേക്ക്, പാർട്ടി ആസ്ഥാനത്തേക്ക് വിളിച്ചിരുത്തി സ്വീകരണം നൽകിയ പാർട്ടിയാണ്. അപ്പോൾ അവരിപ്പോൾ അദാനിയുമായി ബന്ധപ്പെട്ട് എങ്ങുമില്ലാത്ത ആശങ്കകളാണ്, രാജ്യവിരുദ്ധമായ ഒരു നടപടികളിലേക്ക് കടക്കുന്ന ഒരു സംവിധാനമായി പറയുകയാണ്. അദാനിക്ക് ഇവിടെയുള്ള ഇളവുകൾ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. കേന്ദ്രം നൽകിയ ഇളവുകൾ, മോദി നൽകിയിട്ടുള്ള ഇളവുകൾ, ആ ഇളവുകളുടെ അടിസ്ഥാനത്തിലാണ് അദാനി ഇങ്ങനെ ആകാശം മുട്ടെ വളർന്നത് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണ്. അങ്ങനെ ആകാശം മുട്ടെ വളർന്ന ആ കമ്പനി അതിന്റെ 49 ഷെയർ വിറ്റു എന്നത് എടുത്താണ് ഈ പറയുന്നത് നിൽക്കുന്നത്. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, സ്മൃതി വേണം പറയും, ഈ അദാനി ഇപ്പൊ ആരാ കുറ്റം പറയുന്നത് ഇവിടെ? അദാനി കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തത് കേരള സർക്കാരും UDF സർക്കാരും LDF സർക്കാരും സ്വാഗതം ചെയ്ത ശേഷമാണ്. പക്ഷെ എന്താ സംഭവം, അദാനി വിറ്റിട്ട് പോകാൻ പറഞ്ഞല്ല ഞാൻ പറയുന്നത്. ഇവിടെ പ്രതിപക്ഷം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രതിപക്ഷം അത് തന്നെ പറയുന്നത്. ഒരു മിനിറ്റ്, പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഇങ്ങോട്ട് റദ്ദാക്കണം, കേസിന് പോകണം എന്നുള്ളതാണ്. അദാനിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്, പരസ്പര വിരുദ്ധമായി പറയരുത്. കാരണം അദാനിയുടെ ഡീലാണ് ഇവിടെ സംശയത്തിൽ, അല്ലെ? അദാനിയുടെ ഡീലാണ് സംശയത്തിൽ. പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദാനിയുടെ ഡീലാണ് ഇവിടെ സംശയത്തിൽ. അങ്ങനെ അദാനി നേരത്തെ സ്വന്തം പാർട്ട്ണറായ അദാനി ഇപ്പോൾ സംശയനിഴലിലാണ്. രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന രൂപത്തിലേക്ക് അദാനി പോകുന്നതാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി ഇവിടെ വിഴിഞ്ഞത്ത് നങ്കൂരം ഇടുന്നു എങ്കിൽ അത് കേരളത്തിന് ഉണ്ടാക്കാൻ പോകുന്ന വികസന നേട്ടം, അത് കഴിഞ്ഞ 10 വർഷമായിരുന്നെങ്കിൽ അത് വികസനമായിരുന്നേനെ. കഴിഞ്ഞ 10 വർഷം ഈ MSC, കഴിഞ്ഞ 5 വർഷത്തിൽ ഈ MSCയുടെ കപ്പലുകൾ മാത്രം വന്നപ്പോൾ ഒന്നുമില്ലാത്ത പ്രശ്നമാണ് MSCക്ക് ഒരു കുത്തക നൽകാൻ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ മൊണോപ്പൊളി വരാൻ പോകുന്നു എന്ന ആശങ്കയായി ഇപ്പോൾ ഉരുത്തിരിയുന്നത്. അപ്പോൾ അതിലുള്ള ഒരു കാപ്പട്ടി മാത്രമേ എനിക്ക് മനസ്സിലാക്കാനാകത്തുള്ളൂ. MSC കമ്പനി ഇവിടെ ലോകത്തെ തന്നെയുള്ളതാണ്. അവരുടെ കപ്പലുകൾ മാത്രമല്ല വരിക, അവർക്കും പല കപ്പൽ കമ്പനികളുമായിട്ടും എഗ്രിമെന്റ് ഉണ്ട്. അതിന്റെ ഭാഗമായി അടുത്ത വരും വർഷങ്ങളിൽ അവരുടെ കപ്പലുകളും മറ്റു കപ്പലുകളും വരുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായത്. വരുമെങ്കിൽ വരട്ടെ, വന്നിട്ടില്ല എങ്കിൽ അപ്പോൾ ചോദിക്കാം, ഈ കരാറുമായി ബന്ധപ്പെട്ട 49% അതോ ഈ പറയുന്ന അവരുടെ ഷെയറിലെ 13.57% അതിലൊരു വ്യക്തതയാണ് വരേണ്ടത്. ഈ പറയുന്ന ആ വ്യക്തത ജനങ്ങളെ പറ്റിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ഇളവുകൾ, ഇതുവരെ അദാനിക്ക് കൊടുത്ത ഇളവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പറയട്ടെ, അദാനി സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്ത് പോകുന്ന രൂപത്തിലേക്ക് അദാനിയെ വളർത്തിയത് ഇവിടെ ആരാണ്? ഇവിടെ വളർത്തിയത് ആരാണ്? കേന്ദ്ര സർക്കാരാണ് അദാനി അങ്ങനെ രൂപത്തിൽ വളർത്തിയത്. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല, എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പ്ലീസ് പറയട്ടെ. നോക്കൂ, ഒരാളിപ്പോ ഒരു കാര്യം പറയുമ്പോൾ അത് മുറിക്കല്ലേ, അത് പിന്നെ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന ഇതാണ് ഈ ഇടയ്ക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല എന്നേ. അദാനി കൊടുത്തിരിക്കുന്നു, ശരിയാണ്. ഈ MSC കമ്പനി ഇവിടേക്ക് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വികസനങ്ങൾ എന്താണെന്ന് പരിശോധിക്കേണ്ടതുണ്ടല്ലോ. ഇതിനകം തന്നെ ഈ 5 വർഷവും അവരുടെ കപ്പലുകൾ തന്നെ ഇവിടെ വന്നപ്പോഴില്ലാത്ത വിവാദം ഇവിടെ ഉണ്ടാക്കുന്നത് MSCയെ സംശയം നിലനിൽക്കുന്നു. അത് ഒരു അപകടം ചെയ്യുന്ന പല രാജ്യങ്ങളിലും ഈ ഇവരുടെ കപ്പലുകളിൽ മയക്കുമരുന്നുകൾ എത്തിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമായിരിക്കാം. പക്ഷെ മയക്കുമരുന്ന് മാത്രം കൊണ്ടുപോകുന്ന ഒരു കപ്പലായിട്ട് അതിനെ കാണാൻ പറ്റുമോ? അങ്ങനെ ഒരു കപ്പൽ കമ്പനിയായിട്ട് അതിനെ കാണാൻ പറ്റുമോ? ഇവിടെ ലോകത്ത് നിൽക്കുന്ന നിയമങ്ങൾ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ നോക്കൂ, നമുക്ക് ഇവിടെ അദാനിയുമായി കരാർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടെ ഏത് കമ്പനിയാണ് ഈ കരാറിന് ഏക കമ്പനിയായിട്ട് വന്നത്? ചൈനയിൽ നിന്നുള്ള ഒരു കമ്പനിയാണ്. ചൈനീസ് കമ്പനിക്ക് ഇവിടെ കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തില്ല. കാരണം രാജ്യത്ത് തന്നെയുള്ള കമ്പനി മതി എന്ന് പറഞ്ഞിട്ടാണ്, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടാണെന്ന് കരാർ കൊടുക്കാതിരുന്നത്. ഈ വിഷയത്തിലും പറയട്ടെ, അദാനി ഉണ്ടാക്കിയ കരാറാണ്. അദാനി ഉണ്ടാക്കിയ കരാറും അദാനിയും തമ്മിൽ രണ്ടാണ്. അദാനിനെ ഒരു മിനിറ്റ്, കേരള സർക്കാർ, കേരളത്തിലെ ജനങ്ങൾ, കേരള ഗവൺമെന്റ്, LDF UDF ആവട്ടെ, അദാനിനെ വിശ്വസിച്ച് എന്തേൽപ്പിക്കുന്നു? വിഴിഞ്ഞം പോർട്ട്. ഒരു മിനിറ്റ്, ആ വിഴിഞ്ഞം അദാനിനെ അവരാരും കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ്, അദാനി ആ സംവിധാനം ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ വിറ്റിട്ട് പോകുന്നു. അതിന് കേരള സർക്കാർ അനുമതി കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം കേരള സർക്കാർ അതിൽ അറിയിച്ചിട്ടില്ല എന്നുള്ളൊരു പിഴവ് അവിടെ ഉണ്ട്. ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ പറയുന്ന രാജ്യവിരുദ്ധമായ ഒരു സംവിധാനത്തിനാണ് ഈ അവരുടെ 40 ഇന്ത്യൻ കമ്പനിയല്ല. ഇന്ത്യൻ കമ്പനിയല്ല. നോക്കൂ, ഇപ്പൊ റോയിറ്റേഴ്സിലും ബ്ലൂബർഗിലും അടക്കം നമ്മുടെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കേരള തീരത്തെ കുറിച്ച്, വിഴിഞ്ഞം തീരത്തെ കുറിച്ചുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുക? എന്തുകൊണ്ടാണ് MSC അങ്ങനെ
സ്മൃതിമേടം എന്തായി ഇതൊരു പറയുന്നത്? പ്രാദേശികവാദത്തിൽ ഒതുക്കാതിരിക്കും. ഇന്ത്യൻ ഓഷ്യനിലെ മോണോപ്പൊളിക്ക് വേണ്ടി അമേരിക്ക, നോക്കൂ. ചൈന ഒക്കെ വലിയ സാറേ, അവരൊക്കെ തന്നെ നമ്മുടെ തീരത്തേക്ക് വരുന്നത് നമ്മുടെ നേട്ടമാണ്. ഓർത്തൂസ് കടലിടുക്കിന് വേണ്ടിയിട്ട് അമേരിക്ക യുദ്ധം ചെയ്ത് എന്തിനാ? ഇത് യുദ്ധത്തിന്റെ അവിടെ കാര്യം അല്ലല്ല, ഒരു മിനിറ്റ് ഞാൻ വികസനത്തിന്റെ പറയാം. കാര്യമല്ലേ വളരെ ഏത് അത് നമ്മുടെ അഭിമാനം. ഇപ്പൊ ഞാനൊരു കാര്യം പറയും, ലോകത്ത് ഒരു സ്ഥലത്ത് ബോംബിട്ടാ വലിയ വാർത്തയായിരിക്കും, ലോകത്ത് മാധ്യമങ്ങൾ മുഴുവൻ എടുക്കും. എന്ത് തരം താരതമ്യമാണ് നടത്തുന്നത്? അല്ലല്ല, അങ്ങനെയൊന്നും പറഞ്ഞോളയില്ലേ? അല്ല, അങ്ങനെ ഇവിടെ ഒരു വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല പറയുന്നത്. ഞാനതാ പറയുന്നത്. ബോംബിടാൻ പോകുന്ന ഒരു കമ്പനിക്ക് ഇവിടുത്തെ ഇന്ത്യ രാജ്യത്തിലെ ഒരു സർക്കാർ അനുമതി നൽകുമെന്ന് ഞാൻ കരുതുന്നില്ല. രാജ്യ സുരക്ഷ എന്നുള്ളത് കേന്ദ്ര സർക്കാർ നോക്കണം. അനുമതി വാങ്ങിയ സ്മൃതി മേഡം, ആ അനുമതി ഉണ്ടാകില്ല. അതാണ് പ്രശ്നം. സ്മൃതി മേഡം പറഞ്ഞല്ലോ, ഇന്ത്യ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഒന്നും അങ്ങനെ അനുമതി കൊടുക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ആരുടെ അനുമതി അദാനി വാങ്ങിയത്? അവിടെയാണ് ഈ പ്രശ്നം. സ്മൃതി മേഡം പറഞ്ഞല്ലോ, ഇന്ത്യയിലെ പുറത്തുള്ള ഒരു കമ്പനിക്ക്, ഇന്റർനാഷണൽ കമ്പനിക്ക് വിഴിഞ്ഞം പോർട്ടിന്റെ ഷെയർ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ കൊടുത്ത കഴിഞ്ഞപ്പോൾ ആരുടെ അനുമതി മേടിച്ചിട്ടാ കൊടുത്തതാ ചോദിക്കുന്നത്? അത് കേന്ദ്ര സർക്കാർ അറിയാതെ രാജ്യവിരുദ്ധമായ ഒരു കാര്യം ഇവിടെ ചെയ്തു എന്നാണോ അങ്ങ് പറയുന്നത്? ആണോ രാജ്യവിരുദ്ധമായ, രാജ്യത്തെ സുരക്ഷയ്ക്ക് അപകടമായ പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ഷിപ്പിംഗ് കമ്പനിക്ക് പോർട്ട് കൊടുത്താൽ എന്താണ്? അവരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുക, അല്ലേ? ഒരു പോർട്ട് കമ്പനിക്ക് പോർട്ട് കൊടുത്താൽ എന്താണ്? ലോകത്തെ എല്ലാ ഷിപ്പിംഗ് കമ്പനിയും ആകർഷിക്കാനുള്ള പണിയെടുക്കും. അതോടുകൂടി കേരളത്തിൽ എന്താണോ കേരളത്തിന്റെ സ്വപ്നം, ആ സ്വപ്നം ഇല്ലാതാവുകയാണ്. ഇല്ല, ഇതിലെ വിദഗ്ധർ തന്നെ പറയുന്നത് 3 വർഷം കഴിഞ്ഞാൽ പറയുന്നത് പിന്നെ അദാനിന്റെ, ഞാനിപ്പോ ചർച്ചയിലേക്ക് ഇരുന്ന് പറയുന്നത് കേട്ടു. എന്താണ് നമ്മുടെ മുന്നിൽ പറയുന്ന വിദഗ്ധരുടെ വാദങ്ങൾ മാത്രമേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള, അല്ലാത്ത വൈദഗ്ധ്യം ഒന്നും നമുക്കില്ലല്ലോ. നമുക്ക് എന്തായാലും ആ വൈദഗ്ധ്യം ഇല്ല. ഈ സർക്കാർ ഇതിൽ വ്യക്തത വരുത്തട്ടെ. എനിക്ക് അത്രയേ ഉള്ളൂ, സർക്കാർ ഇതിൽ വ്യക്തത വരുത്തട്ടെ. സർക്കാരിന് ഒരു മിനിറ്റ്, കേരളത്തിന് നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ടിന് 49% അതോ അദാനി കമ്പനിയുടെ 13% അവരുടെ 49% എന്നുള്ള വ്യക്തത വരുത്തിയാൽ മതി. അപ്പോൾ പിന്നെ ആ പ്രശ്നം കഴിഞ്ഞു. കാരണം 25% മന്ത്രിസഭാ യോഗത്തിന് ശേഷം നിങ്ങൾക്ക് എന്ത് സംസ്ഥാനം ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാ ബുധനാഴ്ചയും മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കണ്ടിട്ടില്ല. ഒരാഴ്ച ഗ്യാപ്പിട്ട. ഇതാണ് പ്രശ്നം. ഇതാണ് പ്രശ്നം. നിങ്ങളുടെ താരതമ്യം ഇവിടെ മാധ്യമങ്ങളെ കാണാത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടായത് കാലത്ത് നിന്നും ആഴ്ചയിൽ കാണുന്നുണ്ടല്ലോ. ഒരാഴ്ച 2 ആഴ്ച മാറിപ്പോയാലും ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇവിടെ ആൾക്കാർക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലായി. കേരളം വിൽപ്പനയ്ക്ക് വെക്കുന്ന സമയത്തെങ്കിലും മാധ്യമങ്ങളെ കാണണം എന്നുള്ളൊരു അപേക്ഷയുണ്ട്. കേരളം മാധ്യമങ്ങളൊന്ന് കണ്ടാൽ പറയുമ്പോൾ കേരളത്തിന്റെ പാർട്ട്ണറുമായിട്ടാണ് സമയത്തെങ്കിലും കേരളത്തിൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന സമയത്തെങ്കിലും ഒന്ന് പത്രക്കാരെ കണ്ടിട്ട് ഈ രീതിയിലാണ് വിൽക്കാൻ പോകുന്നത് പറയണം. ശരി, ആ ആശങ്ക ഇവിടുത്തെ കേന്ദ്ര സർക്കാരും ഇവിടുത്തെ കോടതികളൊക്കെ കാണട്ടെ, കേരളം ഇവിടെ വിൽപ്പനയ്ക്കാണെന്നുള്ള ആ ഒരു ആശങ്ക. ശരി, വിവാദ തിരിയോ എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് 3 പേരും പറഞ്ഞിരിക്കുന്നത്. പല രൂപത്തിലാണെന്ന് മാത്രം. Meet the editors.